എറണാകുളം കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. പറവൂർ സ്വദേശി റമീസിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. സോന എൽദോസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളും അന്വേഷിക്കും. അസ്വാഭാവിക മരണത്തിന് കോതമംഗലം പോലീസാണ് കേസെടുത്തത്. സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ ആൺ സുഹൃത്തിന്റെ അറസ്റ്റിൽ എന്തെല്ലാം വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്? പോലീസ് അന്വേഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? സൈഫുദ്ദീൻ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കസ്റ്റഡി എടുത്ത ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി, ഒപ്പം വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും അന്വേഷിക്കും. ഈ യുവതിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തുകയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. കോതമംഗലം സ്വദേശി സോന എൽദോസാണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഈ കുടുംബത്തിന്റെ പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു. വലിയ രീതിയിലുള്ള ആരോപണങ്ങളും കുടുംബം ഉന്നയിക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് ഈ സോനയെ വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയും ചെയ്തത്. ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വിവിധ വകുപ്പുകൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുമായി സാധ്യതകൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മർദ്ദിച്ചതിന്റെ തെളിവുകൾ ഇരുവരും തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാട്സാപ്പ് ചാറ്റുകളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പും പല രീതിയിലുള്ള കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ് റമീസ് എന്നും വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. എന്തായാലും ഇത്തരം ആരോപണങ്ങൾ, ഒപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന പരാമർശങ്ങൾ, ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ശരി സിജോ.